ഹലോ, അങ്ങനെ നമ്മുടെ തേരിൻ്റെ ദിവസമെത്തി. രാവിലെ തന്നെ കുളിച്ച് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഗണപതി ഹോമത്തിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രസാദം മേടിക്കാൻ പോയത്. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അമ്മ നല്ല ചൂടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഉണ്ണിയപ്പം ഇരുന്ന് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ണിയപ്പായിരുന്നു, നല്ല സോഫ്റ്റ് ആയതുകൊണ്ടാണ്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ പ്രസാദൂട്ടിന് പോയി. അമ്പലത്തിൽ പ്രസാദൂട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ടാണ് ഭക്ഷണം കഴിച്ചത്. പിന്നെ അമ്പലത്തിലെ ഭക്ഷണത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ്, നല്ല സദ്യ ആയിരുന്നു കേട്ടോ. എല്ലാവരും ഉണ്ടാവും, നമ്മുടെ ദേശത്തിലുള്ള എല്ലാവരും, ഒരുവിധം എല്ലാവരും നമ്മുടെ നാട്ടിലത്തെ ഉണ്ടാവും. പിന്നെ പ്രസാദോട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കുപ്പിവള വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയും മേമയൊക്കെ അവരുടെ ചെറുപ്പത്തിൽ കുപ്പിവള ഇട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതായിരുന്നു. അപ്പോൾ ഒരാഗ്രഹം, അപ്പോൾ കുപ്പിവളയും മേടിച്ചു. പിന്നെ നമ്മുടെ പരിപാടികൾ പിന്നെ വൈകിട്ടാട്ടോ, അതായത് തേര് വലിച്ച് കൊണ്ടുവരണത്. അപ്പോൾ ഞാനും ചേട്ടനും പിന്നെ ബ്രദറൊക്കെ കൂടി ഞങ്ങൾ വൈകിട്ട് അമ്പലത്തിൻ്റെ അവിടേക്ക് പോയി. അപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ തേര് വലിച്ച് തുടങ്ങണുള്ളൂ. നമ്മുടെ ദേശത്തുള്ള എല്ലാവരും കൂടിയിട്ട് തേര് വലിച്ച് പകുതിയോളം എത്തിക്കും. പിന്നെ നമ്മൾ ബാക്കി തേര് വലിക്കുന്നത് പുലർച്ചെ 4 മണി 5 മണി സമയത്താട്ടോ ബാക്കിയുള്ള തേര് വലിക്കുന്നത്. ഇപ്പം സമയം 4:30 5 മണി സമയമാട്ടോ. അപ്പം എല്ലാ ചേട്ടന്മാരും കൂടിയിട്ട് തേര് വലിച്ച് എത്തിക്കും. അത് കഴിഞ്ഞാൽ നമ്മുടെ തേര് തിരിച്ചു കൊണ്ടുവരാം. അന്നത്തെ ദിവസം വൈകിട്ടായിരിക്കും അമ്പലത്തിലേക്ക് കൊണ്ടുവരാം. വൈകിട്ട് നല്ല പാണ്ടിമേളത്തോടൊക്കെ കൂടിയിട്ടാണ് നമ്മുടെ കോവിലേക്ക് കൊണ്ടുവരാം കേട്ടോ. നമ്മുടെ വീടിന് മുമ്പിൽ കൂടെ തന്നെയാട്ടോ നമ്മുടെ തേരൊക്കെ പോകുന്നത്. അപ്പോൾ വൈകിട്ടത്തെ വീഡിയോ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇടാം കേട്ടോ. താങ്ക് യു ഓൾ.